നമസ്കാരം. ഇന്റർവ്യൂ റൂമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ എല്ലാവരും കണ്ടു കാണും, 18 അടിയോളം നീളമുള്ള ഒരു രാജവെമ്പാലയെ പിടിച്ച് ചാക്കിനുള്ളിലാക്കി ഇപ്പോൾ ശ്രദ്ധേയമായ ഫോർത്ത് ബീറ്റ് ഓഫീസറായ ശ്രീ ഡോക്ടർ റോഷ്നി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ പ്രകീർത്തിക്കുകയാണ്, ഒരു വനിതയ്ക്ക് ഇത്രയും ധൈര്യമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ശ്രമകരമായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത്. ഒരു നിസ്സാര കാര്യമല്ല. ഏതാണ്ട് 18 അടിയോളം നീളമുള്ള രാജവെമ്പാലയെ തന്നെ കീഴ്പ്പെടുത്തിയത് ഇപ്പോൾ ചാക്കിനുള്ളിലാക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് തോന്നുന്നത്? ഒരുപാട് ആളുകൾ ഇതിനകത്ത് പ്രകീർത്തിച്ച് വരുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സ്നേക്ക് റെസ്ക്യൂവേഴ്സിന്റെ എല്ലാം ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കിങ്ങിനെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത്. എന്റെയും ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഒന്ന് രണ്ട് തവണ തട്ടി പോയതാണ്, ഇതുപോലെ റെസ്ക്യൂ വന്നിട്ട് കിട്ടിയില്ല. അപ്പോ ഇന്നലെ ഞാൻ പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്നലെ ഇങ്ങനെ ഒരു ഇതുണ്ടാവും എന്നുള്ളത്. ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. കാരണം നമുക്ക് പൊതുവെ തിരുവനന്തപുരം ജില്ലയില് കിങ് കുറവാ. കിങ് പൊതുവെ ഇത് പുറത്തിറങ്ങാറില്ല. വനത്തിന്റെ ഉള്ളില് കിടക്കുന്ന ഒരു സാധനമാണ്. അധികം പുറത്തോട്ട് ഇറങ്ങാത്തൊരു അത്രേ ഷൈ ആയിട്ടുള്ള ഒരു പാമ്പാണ്. അപ്പൊ ഇന്നലെ ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് 500-ന് മേളെ പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് താങ്കൾ. പക്ഷേ ഒരു കിങ്ങിനെ പിടിക്കുക, നേരത്തെ താങ്കൾ പറയുന്നത് കിങ്ങിനെ പിടിക്കുക എന്നുള്ളപ്പോൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ കൂടി വേണ്ടതുണ്ട്. അതായത് സാധാരണ പോലെയല്ല, അതിഭയങ്കരമായ വിഷ സർപ്പമാണ്. അതുപോലെ തന്നെ ഏത് നിമിഷം ഒന്ന് പാളിപ്പോയാൽ നമ്മുടെ ജീവൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അതിന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി നടത്തിയിട്ടാണോ ഇതിന് ഇറങ്ങിയത്? ഒരിക്കലും അല്ല. നമ്മൾ വേറെ ശരിക്കും ഓഫീസിലായിരുന്നു, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. നമ്മൾ വേറെ സ്ഥലത്ത് വേറൊരു റെസ്ക്യൂല് നിൽക്കുന്ന സമയത്താണ് ശരിക്കും ഇങ്ങനെ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ പാമ്പ് കിടക്കുന്നത് കണ്ടിട്ട് വിളിച്ചറിയിക്കുന്നത്. അപ്പൊ തന്നെ എത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് വളരെ വേഗത്തില് വണ്ടിയിൽ അവിടേക്ക് പോയിട്ട് റെസ്ക്യൂ ചെയ്യുമായിരുന്നു. ശരിക്കും എന്താണ് അതിന്റെ സൈസ് എന്നോ എത്ര വലിപ്പം ഉണ്ടെന്നോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. കിങ് ആണെന്ന് പറഞ്ഞു. പൊതുവെ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ, വനമേഖലയുടെ അടുത്താകുമ്പോ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം അറിയാം കിങ് കോബ്രയെ. അപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എത്ര സൈസ് ഉണ്ടെന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ആ ബാഗിന്റെ കുറച്ച് ചെറിയൊരു പ്രശ്നം വന്നത്. അങ്ങനെ വേറെ ഒരുക്കമൊന്നും ഉണ്ടായില്ല. ടൂള് നമ്മുടെ കയ്യിൽ എപ്പോഴും, എന്റെ കയ്യിൽ എപ്പോഴും ടൂൾ ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും എന്റെ വണ്ടിയിൽ ടൂൾ ഉണ്ടാവും. അപ്പോ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നേരെ പോയി റെസ്ക്യൂ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഇത് നേരത്തെ പറയുന്നത് ശ്വാസം അടക്കി പിടിച്ചാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സുരക്ഷാ കവചങ്ങൾ വളരെ കുറവാണ്. ഇതിപ്പോ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു ധൈര്യം എങ്ങനെയാണ് ഉണ്ടായത്? അതായത് സാധാരണ ആൾക്കാർക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. തീരും വരെ, അത് ബാഗിനുള്ളിൽ ആകും വരെ അത്രയും നെഞ്ചിടിപ്പോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ ഒരു മുന്നൊരുക്കം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ നേരത്തെ മനസ്സിലാക്കി അവർക്ക് നെഞ്ചിടിപ്പായിരിക്കും ഇത് കയറുന്നവരെ. അപ്പോഴും താങ്കൾ ഒരു നിമിഷമെങ്കിലും വീട്ടുകാരെ കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും അതുപോലെ തന്നെ ഓഫീസിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തത്? ഒരിക്കലും അല്ല. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും റെസ്ക്യൂവിന് പോകുമ്പോ ആലോചിക്കാറില്ല. ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ആലോചിക്കാൻ തോന്നൂല. നമ്മളല്ലെങ്കിൽ അത് അപ്പോഴും നമ്മളെ കടിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കൂല. നമ്മളൊരു റെസ്ക്യൂവിന് പോകുമ്പോ ഞാൻ ആകെ വിചാരിക്കുന്നത് ഭഗവാനെ മാത്രമാണ്. അപ്പോഴ് ജസ്റ്റ് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ ഡിവോട്ടി, ഞാൻ മഹാദേവന്റെ ഡിവോട്ടിയാണ്. അപ്പോ മഹാദേവനെ ഞാനൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് കിങ് അല്ല, ചേരയായാലും ഞാൻ അതൊരു മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ പോവാറുള്ളൂ. അല്ലാതെ നമ്മൾ അപ്പോഴ് ആ സമയത്ത് ശരിക്കും റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റുക എന്നും ആലോചിക്കാറില്ല. വീട്ടുകാരെ കുറിച്ചോ അങ്ങനെയൊന്നും ആണോ, ഹൈലി വെനമസ് ആണ്, അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. പിന്നെ വേറെ പാമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ 10-800-ലധികം പാമ്പുകൾ ഇതുവരെ വെനമസ്, നോൺ വെനമസ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോബ്ര ആയാലും വൈപ്പർ ആയാലും ഇങ്ങനെ നമ്മളോട് പ്രതികരിക്കുന്ന നമുക്ക് ചെറിയൊരു ധാരണയുണ്ട്. പക്ഷെ കിങ് ആദ്യമായിട്ടാണ്. അപ്പോ അതിന്റെ പ്രതികരണം എങ്ങനെയാവും എന്ന് എനിക്ക് ലൈവ് എക്സ്പീരിയൻസ് ഇല്ല. കേട്ടറിവും ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ള അറിവും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ആശങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആദ്യം കുറച്ച് സമയം അതിന്റെ അടുത്ത് നിന്നതിന് ശേഷമാണ് പിന്നെ റെസ്ക്യൂ ചെയ്തത്. അപ്പോ അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. അത് രാജവെമ്പാലയെന്നല്ല, ഒരു പാമ്പിനെയും. നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റെസ്ക്യൂ ചെയ്യാൻ പറ്റൂല. നമ്മൾ അത്രയും റിലാക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല.
ഓരോ പാമ്പുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ രാജവെമ്പാലയുടെ ഒരു അറ്റാക്ക്, അതായത് എങ്ങനെയായിരിക്കും അത് തിരിച്ചതിന്റെ റെസ്പോൺസ് എന്ന് മനസ്സിലാക്കിയാണോ പറയുന്നത്? അതായത് നമുക്ക് ഒന്ന് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ചിലപ്പോൾ അത് പെട്ടെന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ രാജവെമ്പാലയുടെ രീതികൾ എങ്ങനെയായിരുന്നു എന്ന് ആൾക്കാർക്ക് അറിയാൻ കൊള്ളാമെന്നുണ്ടായിരുന്നു. പൊതുവെ ഞാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു വോളണ്ടിയറെ ഞാൻ വിളിച്ചിരുന്നു. പുള്ളിയെ ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ ഒരു കിങ് കോബ്ര ഉണ്ട്, റെസ്ക്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഒരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട, നമ്മുടെ സാധാ കോബ്രയെക്കാളും പാവമാണ്, സുഖമായിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ടല്ലോ, ഒരുപാട് പേരുടെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത് വെച്ചിട്ടൊക്കെ ഉള്ള ഒരു ഇത് മനസ്സിലുണ്ട്. പിന്നെ കിങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോബ്രയൊക്കെ ആണെങ്കിൽ നമ്മളെ ബൈറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കാണിക്കും. അണലി അതിനേക്കാൾ കൂടുതലാണ്. നമ്മൾ അടുത്ത് ചെന്ന് നിന്നാൽ മതി, അത് ചാടിക്കടിക്കാനുള്ള ടെൻഡൻസിയാണ്. പക്ഷെ കിങ് കോബ്രയുടെ അടുത്ത് പോയിട്ട് അതിങ്ങനെ വാ തുറന്ന് വന്ന് എന്തുവാണ് പത്തിയെടുത്ത് ഇങ്ങനെ ഞാൻ സ്റ്റിക്ക് വയ്ക്കുമ്പോൾ സ്റ്റിക്കിലൊക്കെ വെറുതെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മളൊരു ബൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി നമുക്ക് അങ്ങനെ വെനം ഇഞ്ചെക്ട് ചെയ്തുള്ള ഒരു ബൈറ്റ്, അങ്ങനെ ഒരു ബൈറ്റ് അല്ല അതിന്. ഇനിയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആവും എന്ന് എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. എന്നാലും എനിക്ക് തോന്നുന്നു 6 മിനിറ്റോ കണ്ട് എടുത്തിട്ടുള്ളൂ അതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത്, 6 മിനിറ്റ് കൊണ്ട് ചെയ്തു. എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു ആ സമയത്ത് എത്രയും പെട്ടെന്ന് അത് കയറിയിരുന്നെങ്കിൽ, പ്ലീസ് കയറൂ എന്നൊക്കെ സൈഡിലുള്ള ആളുകളൊക്കെ ഇന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അവിടുത്തെ ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, സഹകരണം എങ്ങനെയായിരുന്നു? നല്ലായിരുന്നു. എന്റെ കൂടെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും സഹായിച്ചില്ല, അവര് മാത്രമാണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും അങ്ങനെ പറയൂല. കാരണം എല്ലാവർക്കൊണ്ടും അത് പറ്റും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാം. ഒത്തിരി പേർക്ക് പാമ്പിനെ പേടിയുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഒരു 95% ആൾക്കാർക്കും പാമ്പിനെ ഭയങ്കരമായിട്ട് പേടിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ റെസ്ക്യൂവിന് പോകുമ്പോഴത്തേക്ക് അധികം ആരെയും അങ്ങനെ പാമ്പിനെ എടുക്കാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ല. അതിപ്പോ നാട്ടുകാരായാലും എന്റെ കൂടെ ഉള്ളവരെ ആയാലും ചെറിയ ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, അവരെ കൂടി നമ്മൾ ചെയ്യാം. അല്ലാതെ നമുക്ക് അല്ലാതെ നിൽക്കുന്ന ഒരാളെ, പേടിയുള്ള ഒരാളിനെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നെ കൂടെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ ഒരാളെയും അങ്ങനെ കൂടെ നിർത്തി ചെയ്യിക്കാറില്ല. കാരണം മീൻസ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പേടി നമ്മളിലോട്ട് കൂടി വരും. അതുകൊണ്ട് മീൻസ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് കൂടുതലും സ്നേക്കിന്റെ റെസ്ക്യൂ കൂടുതലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്നവരെല്ലാം അല്ലാതെ വളരെ സപ്പോർട്ടായിരുന്നു. പാവം, അവർക്കെല്ലാം വലിയ ഇതായിരുന്നു. കാരണം അവരും എല്ലാം ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു ടെൻഷൻ അവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും അവർ ചെയ്തു തന്നു. പിന്നെ അവരെല്ലാം ഇങ്ങനെ ചുറ്റും നിൽക്കുന്നത് തന്നെയാണ് എന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ മോൾ ഒറ്റയ്ക്കാണ് പാമ്പിനെ പിടിക്കുന്നത്, കൂടെ വന്നവരാരെങ്കിലും ഒന്ന് ആ ബാഗ് പിടിച്ചിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നു, അങ്ങനെ കുറെ കാര്യം പറഞ്ഞു. അപ്പൊ മാഡം അങ്ങനെ പറയപ്പോഴാണ് തോന്നിയത്, അതായത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഒരു രീതിയാണോ, അതോ ഇപ്പം നമ്മുടെ കൂടെ സഹപ്രവർത്തകർ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ് തോന്നുന്നത്? അല്ല, പാമ്പിനെ എടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ്, മീൻസ് നമുക്ക് ഒരാൾ ബാഗ് പിടിച്ചു തരിക, നമ്മൾ പാമ്പിനെ പിടിക്കുക, സ്റ്റിക്ക് പിടിക്കുക, അത് നമുക്ക് എന്നെ കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് പാമ്പ് രക്ഷപ്പെട്ടു പോവാനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ബാഗ് വെച്ച ഉടനെ ഓടി വന്ന് കയറാനുള്ള ഒരു പ്രവണത അത് കാണിക്കൂല. അത് രക്ഷപ്പെട്ടു പോകണം എന്നാണ് എന്റെ മനസ്സിൽ. അപ്പൊ നമ്മള് അത് പോകുന്നതിനനുസരിച്ച് നമ്മളും അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് അതിന്റെ കൂടെ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ബാഗും ഇതും സ്റ്റിക്കും എല്ലാം നമ്മുടെ കയ്യിലാണെങ്കിൽ മാത്രമേ അതിന്റെ മൂവ്മെന്റ്സിനനുസരിച്ച് നമുക്കും കൂടി അത് ചെയ്തിട്ട് അതിന്റെ ബാഗിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആളിനോട് അവിടെ പിടി, ഇവിടെ പിടി, അങ്ങോട്ട് കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്, ഇങ്ങനെ നമ്മൾ അവർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിനേക്കാൾ നല്ലത് അത് നമ്മൾ സ്വയം ചെയ്യുന്നത് തന്നെയാണ് എന്നാണ്. ഞാൻ റെസ്ക്യൂ മീൻസ് ഈ പൈത്തണൊക്കെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോ എനിക്ക് എടുത്തു പൊക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയാം, ബാഗ് ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു കൊടുക്കാറുണ്ട്. അവസാനം ഞാൻ തന്നെ വാങ്ങിയിട്ട് ചെയ്യും. അത് എന്റെ ഒരു കംഫർട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ ആരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ല.
ഇവിടെ തന്നെ ഈ മുരളി തുമ്മാരക്കുടി അടക്കമുള്ളവർ പറഞ്ഞു ഉപകരണങ്ങളെല്ലാം കുറവുണ്ട്. അതായത് ഇപ്പൊ സ്വയം കവചിതമായിട്ടുള്ള സാധനങ്ങൾ ബൂട്ട് അരയ്ക്കൊപ്പം ഉള്ളത് വേണം എന്നൊക്കെ പറയുന്നത്. എങ്കിലും താങ്കൾ പറയുന്നു കൃത്യമായിട്ട് ടൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതായത് നമ്മൾ ആ സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇനിയും വേണ്ടതുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് പോലെ അവർ ഇപ്പോൾ ഈ ജീവനക്കാരുടെ കൂടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇനിയും ടൂളുകൾ വേണമെന്നുണ്ടോ, പോരായ്മകളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് ടൂളാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കാനുള്ളത്? നമുക്കൊരു സ്റ്റിക്ക് ഉണ്ട്. ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് പാമ്പ് നമ്മളെ അടുത്തോട്ട് വരുമ്പോൾ അതിനെ നമ്മുടെ അടുത്ത് നിന്ന് ദൂരേക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്, ഒരു കൊളുത്ത് തരുന്നത്. അത് തന്നെയാണ് അതിൽ ശരിക്കും ഒരു സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ട ഒരു സാധനം. അതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ അതിനെ കയറി പോവാൻ ഒരു പൈപ്പും ഒരു ബാഗും വേണം. ഇങ്ങനെയൊന്നും നമുക്ക് പൈപ്പിനുള്ളിൽ കയറ്റാൻ പറ്റൂല. കാരണം നമ്മള് കോബ്രയൊക്കെയാണ്, സാധാ കോബ്രയാണെങ്കിൽ നമ്മൾ അതിന്റെ ഈ കഴുത്തിന്റെ താഴെ ഭാഗത്തായിട്ട് ആ ഹുക്കിൽ കോരിയെടുത്ത് വാലിലൊന്ന് പിടിച്ചിട്ട് നമ്മൾ ആ ബാഗിന്റെ അടുത്തോട്ട് കൊണ്ട് കാണിക്കുവാണ് ചെയ്യുന്നത്. കിങ് കോബ്രയൊന്നും നമുക്ക് അങ്ങനെ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് എടുത്തിട്ട് വാലിൽ പിടിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ലെങ്ത് കിടക്കുവാണ്. ബാഗ് വെച്ച് മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, റെസ്ക്യൂ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വേറെ അങ്ങനെ അതില് പിന്നെ വേറെ സുരക്ഷയ്ക്കായിട്ട് പിന്നെ നമ്മൾ ഷൂ ഉപയോഗിക്കുന്നുണ്ട്, കട്ടിയുള്ള പാന്റ് കിടപ്പുണ്ട്. പിന്നെ ഗ്ലൗസ് ഒന്നും ഈ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഇട്ട് മുട്ടുവരെ ഗ്ലൗസും ഇട്ട് കാൽമുട്ട് വരെ മറ്റേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ യുദ്ധത്തിനൊന്നും പോകുന്നതല്ലല്ലോ ഒരു പാമ്പിനെ നിങ്ങളുടെ റെസ്ക്യൂ സൗകര്യം കൂടെയാണല്ലോ ചെയ്യാനായിട്ട്. നോക്കേണ്ടത്. പിന്നല്ലേ, യഥാർത്ഥത്തിൽ കാരണം നിങ്ങളുടെ സൗകര്യം ഇതെല്ലാം കൂടെ കൂടി നോക്കേണ്ടത്. അതെ, എന്റെ കംഫർട്ടും കൂടെ നോക്കണ്ടേ. എനിക്ക് ശരിക്കും യൂണിഫോമിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇതാണ്. കാരണം നമ്മൾ ഈ ബെൽറ്റ് ഒക്കെ ടൈറ്റ് ചെയ്ത് കെട്ടിവെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും ആ ഒരു ഇതുണ്ട്. അല്ലാതെ ഫ്രീ ആയിട്ടാണെങ്കിൽ ഞാൻ വളരെ റിലാക്സ് ആയിരിക്കും. ഇതെല്ലാം കൂടി ഒരു ഇറുകി പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോ അതുകൊണ്ട് അങ്ങനെ എനിക്ക് അതിൽ കൂടുതൽ സാധനങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി, അത് നമ്മുടെ ഒരു ശ്രദ്ധയാണ് ശരിക്കും സുരക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് സേഫ് ആണ്. അതിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പലതും ഇങ്ങനെ അത് ഉപയോഗിക്കണം ഇത് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന നമ്മുടെ കംഫർട്ട് അല്ലേ, കാണുന്നവരുടെ കംഫർട്ട് അല്ലല്ലോ. എനിക്കപ്പോ ശരിക്കും ഗ്ലൗസ് ഒന്നും വെച്ചാൽ ഇപ്പൊ പൈത്തനൊക്കെ ആണെങ്കിൽ ഭയങ്കര അങ്ങനെ വഴുതി പോകുന്ന സാധനമാണ്. അതിൽ കൂടി ഗ്ലൗസും കൂടി ഇട്ടിട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറെ ഇതിലധികം ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് നല്ല ബാഗ് വേണം. ബാഗ് മാത്രമാണ് ശരിക്കും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം. കാരണം വലിയ ബാഗ്, ഓരോ സൈസിലുള്ള ബാഗ് വേണം. ബാക്കി എന്ത് വേണം, ആ സ്റ്റിക്ക് മാത്രം മതി. ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ ശരിക്കും ആ സ്റ്റിക്ക് മതി. ഈ രാജവെമ്പാല ഇപ്പൊ എവിടെയാണ് പിടിച്ചതിന് ശേഷം എത്തിച്ചേർന്ന ആൾക്കാർക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്, എവിടെയാണ് ഇപ്പോൾ അത് അത് നമ്മൾ ഉള്ളത്? ഉൾവനത്തിൽ കൊണ്ട് അപ്പൊ തന്നെ റിലീസ് ചെയ്തു. അങ്ങനെ വച്ചേക്കാറില്ല. പാമ്പിനെ അപ്പൊ തന്നെ റിലീസ് ചെയ്തു. ആ സമയത്ത് തന്നെ കൊണ്ടുപോയി റിലീസ് ചെയ്തു. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അതിനകത്ത് ഇത്രയും ടാസ്കുകൾ എടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് രാത്രി അർദ്ധരാത്രി വിളിച്ചാൽ പോലും നിങ്ങളുടെ ടീം സജ്ജമായി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് പാമ്പ് പിടുത്തം, അതായത് നേരത്തെ പറയുന്ന പോലെ ടൂർ ഉപയോഗിക്കാതെ കുറെ പേര് ഇപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി ജനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ താങ്കളെ പോലെ വരെ ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് വരുന്നുണ്ട്. അത് ഒരുപാട് ഒരു മാറ്റത്തിന്റെ സൂചനകളാണ്. ഇപ്പോൾ താങ്കളെ തന്നെ ഈ രാജവെമ്പാല വന്നപ്പോൾ തന്നെ നിങ്ങളെ വിശ്വസിച്ച് അവർ വിളിക്കുന്നു. ഇതൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. അതെ 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 അതെ, അത് ഒത്തിരി മാറ്റമുണ്ട്. നമുക്ക് ഒത്തിരി സർപ്പയുടെ ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഈ ലൈസൻസ് കൊടുക്കുന്നവരെ ആരെയും നമ്മൾ നിർബന്ധിച്ച് വിളിച്ചു കൊടുക്കുന്നതല്ല. അവരുടെ താല്പര്യപ്രകാരം അവർക്ക് പാമ്പിനെ റെസ്ക്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവര് അപേക്ഷ വയ്ക്കുമ്പോൾ അവരെ വിളിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ലൈസൻസ് കൊടുത്ത് പാമ്പിനെ എടുക്കാനായിട്ട് വിടുന്നതാണ്. ആ ലൈസൻസ് കിട്ടിയവരെയും ഞങ്ങൾ ഒരിക്കലും എന്തുവേണം നിർബന്ധിച്ചിട്ടില്ല, നിങ്ങൾ പോയി പാമ്പിനെ പിടിക്കണം എന്ന് പറയാറില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. കാരണം ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു കംഫർട്ടാണ്. ഇപ്പൊ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കാം. പക്ഷെ ഇതൊന്നും അങ്ങനെ നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം വേണം, അതിനോടൊരു താല്പര്യം വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ. പിന്നെ ഈ പറഞ്ഞ ധൈര്യം അത് ഉറപ്പായിട്ടും വേണം. അതില്ലാതെ പറ്റൂല. നമുക്ക് പാമ്പിനെ കാണുമ്പോൾ പാന്ന് കേൾക്കുമ്പോഴേ ഓടുന്ന ആൾക്കാരാണ് ഒത്തിരി പേര്. അതെ. ഈ വീഡിയോ പോലും കാണാൻ കൂട്ടാക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ വിളിച്ചുകൊണ്ട് പോയി പാമ്പിനെ എടുക്കാൻ പറഞ്ഞാൽ ഒരിക്കലും എടുക്കാൻ പറ്റൂല. അപ്പൊ അതിനോടൊരു താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട്. അവർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്, സർപ്പയുടെ വോളണ്ടിയർ ആക്കുന്നുണ്ട്. സുരക്ഷിതമായിട്ടുള്ള പാമ്പ് പിടുത്തം ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്. പാമ്പ് കടി പഴയതിൽ നിന്നും വളരെ കുറവാണ്. ശരിക്കും വരുന്ന കാലങ്ങളിൽ അത് ഒരുപാട് കുറയ്ക്കാനുള്ള എല്ലാ ശ്രമവും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്.
ഇപ്പോഴും ആളുകൾക്കൊരു പേടിയുണ്ട്, പാമ്പ് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഈ വെളുത്തുള്ളി കഷായം ഒഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ചിലർ അവിടെ ആളാവാൻ വേണ്ടി സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ അറിയില്ല, എന്നാൽ പോലും ഒന്ന് ആളാവുന്ന രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ഒന്ന് ഫിറ്റായിട്ട് ഒന്ന് ആളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. വെളുത്തുള്ളി ഒക്കെ ഒഴിക്കുന്നത് അതൊക്കെ ആൾക്കാരുടെ ഒരു പേടിയായതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. പെട്ടെന്ന് വീട്ടിലെ കാണുമ്പോഴൊക്കെ വെളുത്തുള്ളി, ആസിഡ്, മണ്ണെണ്ണ ഇതെല്ലാം ഒരു ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ തന്നെ റെസ്ക്യൂവിനെ വിളിക്കുന്നത് 1 ലിറ്റർ മണ്ണെണ്ണ ഒഴിച്ചതിന് ശേഷമായിരിക്കും വിളിക്കുന്നത്. എന്നിട്ടും അതെ. ഇതിനെ കാണുന്നില്ല എന്നുള്ള ഒരു സമയമാകുമ്പോഴാണ് പിന്നെ നമ്മളെ വിളിക്കാം എന്നുള്ള ഒരു അവസ്ഥ എത്തുന്നത്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അത് ശരിക്കും ശാശ്വതമായ ഒരു പരിഹാരമേ അല്ല. ഇപ്പൊ ഒരു വാഴിക്കകത്ത് ഇരിപ്പുണ്ട്, എലിമാളത്തിലാണ് പാമ്പിരിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഇരിപ്പുണ്ട്, നമുക്കറിയാം അതിനകത്തുണ്ട് എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിനകത്തൊരു കുറെ മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുമ്പോൾ അതിന് ആ ഒരു സഫോക്കേഷൻ ഉണ്ടല്ലോ. ഈ ഇത്രയും സ്മെല്ലുള്ള ഒരു സാധനം എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരിടത്തിരിക്കാൻ നമ്മുടെ തലയിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ സെയിം ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അത് പുറത്ത് ചാടും, അത്രേ ഉള്ളൂ. അതിനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ഒഴിച്ചു വെച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും പാമ്പ് വരാതിരിക്കൂല. നമ്മുടെ വീട്ടിൽ പാമ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്തായാലും വളരെയധികം നന്ദി. നമുക്ക് തിരക്കുകൾക്കിടയിലാണ് ഇപ്പോഴും വിളിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ ആയിരിക്കും വിളിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് വൈകിപ്പിക്കുന്നില്ല. വളരെയധികം നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്.